ഹലോ ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറിവേപ്പിലയാണ്. ഇത്രയും നാടൻ നല്ല കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ 3 പ്ലാന്റ് ഉണ്ടെങ്കിലും അത് ചെറിയ പ്ലാന്റ് ആണ്. അത് ഉയരത്തിൽ പോകുന്നതുകൊണ്ട് ഞാൻ അതെല്ലാം വെട്ടിവിട്ടു. അടുത്ത് മഴയാകുമ്പോഴത്തേനും അടുത്ത് തിളിർത്ത് കയറിക്കോളും. അപ്പോൾ ഇന്നലെ എനിക്ക് കുറച്ച് കറിവേപ്പില, നല്ല വീട്ടിലെ കറിവേപ്പില, വിഷമൊന്നും അടിക്കാത്ത നല്ല കറിവേപ്പില കിട്ടി. അത് ഞാൻ നല്ലതായിട്ട് ക്ലീൻ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നൊന്നും അടിക്കാത്തത് കൊണ്ട് അതിനകത്ത് പുഴുക്കളും ചെറിയ ചിലന്തികളും ഒക്കെ കാണും. അതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത കറിവേപ്പിലയാണ് ഇത്. നമുക്ക് വീട്ടിൽ എത്ര നാൾ വേണമെങ്കിലും ഇത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റും. ഇത്രയും നല്ല കറിവേപ്പില കിട്ടിയിട്ട് അഴുകി ഇല്ലാതാക്കി കളയുന്നതിനെ കാട്ടിലും നമുക്ക് നല്ലതായിട്ട് സൂക്ഷിച്ചു വെച്ച് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകിയെടുത്ത് പുഴുവെല്ലാം കളഞ്ഞ് എടുത്തിട്ടുള്ള കറിവേപ്പിലയാണ്. ഇതിനെ ഇതുപോലെ ഇറുത്തെടുക്കണം, ഇല ചതഞ്ഞു പോവാതെ. ശ്രീ ക്രിയേഷൻസ് എന്നുള്ള ചാനലിന് വേണ്ടിയിട്ടാണ്, യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഉപകാരപ്പെടുന്നവർ കമൻറ്റ് ചെയ്യുക. വേറെയും പല രീതിയിലും കരിവേപ്പില സൂക്ഷിക്കാമായിരിക്കും, പക്ഷേ എനിക്ക് ഈ ഒരു ഇത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ബോക്സിലിട്ടാൽ എനിക്കും ഉപകാരമാകും, മറ്റു പലർക്കും ഉപകാരമാകും. നമുക്ക് വീട്ടിൽ കറിവേപ്പില ഇല്ലാത്തവരൊക്കെ പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇതുപോലെ നല്ല നാടൻ കറിവേപ്പില കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സൂക്ഷിക്കാൻ മറക്കരുത്. അധികം ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വരുന്നത് നമ്മുടെ കറിവേപ്പിലയിലാണ്. വീട്ടിലൊരു പ്ലാന്റ് വെച്ചാൽ അത്രയും ഉപകാരം എല്ലാവരും. ഇത് നമ്മളിതുപോലെ ഇറുത്തിട്ട് വെള്ളം മുഴുവനും വാർന്ന് പോകണം. വാർന്ന് പോയിട്ട് വേണം നമ്മളിത് കണ്ടെയ്നറിലാക്കി സൂക്ഷിച്ചു വെക്കാൻ. എത്ര മാസം വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് തീരുന്നത് വരെയും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ തിളിർന്ന ഇലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നത് ചമ്മന്തിക്കോ ഇല്ലെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് തിളിർന്ന ഇല ഞാൻ മാറ്റി വെക്കുന്നത്. അത് ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവും. ഇതാവുമ്പോൾ ഒരുപാട് നാളിരിക്കും. ഇടയ്ക്ക് ഇത് എടുത്ത് മുഴുവനും ഇറുത്തെടുത്തതിന് ശേഷം നല്ലപോലെ വെള്ളമെല്ലാം വാർന്ന് പോയതിന് ശേഷം നമ്മൾ ബോട്ടിലാക്കി വെക്കുക. ഇതുപോലെ കഴുകി വൃത്തിയാക്കി ഉണങ്ങിയ ബോട്ടിൽ, വെള്ളമൊന്നും നനവില്ലാത്ത ബോട്ടിലിൽ ഇത് നമ്മൾ വെക്കുക, സൂക്ഷിച്ച് വെക്കുക, നിറച്ച് വെക്കുക. ഇടയ്ക്ക് ഇതുപോലെ ഒരു മാസമൊക്കെ 2-3 മാസത്തേക്ക് ഇത് മതിയാവും എനിക്ക്. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിന് ഈർപ്പം വല്ലതും വരുവാണെങ്കിലോ ഇതുപോലെ അഴുകിയ ഇല വല്ലതും ഉണങ്ങിയ ഇല വല്ലതും വരുവാണെങ്കിൽ ഇതുപോലെ പേപ്പറിൽ വീണ്ടും തട്ടിയിട്ടിട്ട് നമ്മൾ അതിൻ്റെ ഈർപ്പം എല്ലാം ഒന്ന് കളഞ്ഞ് നല്ല അതിനകത്ത് അഴുകിയ ഇല വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം പറക്കി മാറ്റിയിട്ട് വീണ്ടും നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത്രയാണ് ഇന്നത്തെ കറിവേപ്പില സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീട്ടിലൊരു കറിവേപ്പില വെച്ചാൽ കറിവേപ്പില വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കറിവേപ്പില ഉപയോഗിച്ച് ആഹാരം പാചകം ചെയ്യാവുന്നതാണ്. നമുക്ക് എല്ലാ കാര്യത്തിനും നല്ലതായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇതുപോലെ തന്നെ എത്ര മാസം വേണമെങ്കിലും ഇത് ഇരിക്കും. നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ ഫ്രിഡ്ജിൽ വെക്കാം. ഇത് ഇങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഫ്രീസറിലൊന്നും വെക്കരുത്. താഴെ ഡോറിലോ അല്ലെങ്കിൽ താഴത്തെ തട്ടിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാണ്. നമുക്ക് കറികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എളുപ്പത്തിന് ഇത് തുറക്കുക, അതിനകത്ത് നിന്ന് എടുത്തിടുക, അത്രയും ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ക്ലീൻ ആക്കണ്ട, അപ്പോഴൊന്നും വൃത്തിയാക്കാൻ നിൽക്കേണ്ട. പിന്നെ ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ വീട്ടിലൊരു കറിവേപ്പില മരം വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 2 കൊണ്ട എടുത്തു കഴിഞ്ഞാൽ ഡെയിലി ഉപയോഗിക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് 3 ചെറിയ പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്ന് പിന്നെ കുറേശ്ശെ 3 ഷെയർ ചെയ്താണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാനത് കട്ട് ചെയ്ത് വിട്ടു. വീണ്ടും തിളിർക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കൂടിപ്പോയി. അപ്പോൾ എനിക്ക് ഇല പറിച്ചെടുക്കാൻ പ്രയാസമായതുകൊണ്ടും കുറച്ച് പുഴുക്കളൊക്കെ വന്നതുകൊണ്ട് ഞാൻ അതിനെ വെട്ടിവിട്ടു. ഇപ്പൊ തിളിർത്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടിയപ്പോൾ കളയാതെ ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടും. വിദേശത്തേക്ക് പോകുന്നവർക്കൊക്കെ വേണമെങ്കിലും ഇതുപോലെ പാക്ക് ചെയ്ത് കൊണ്ടുപോയാൽ അവിടെ കൊണ്ടുപോയി ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു.